ഹലോ ഗൈസ്, എല്ലാവർക്കും തെക്ക് വടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലത്തെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ പോകുന്ന വഴിക്ക് നിൽക്കുകയാണ്. അപ്പം ഇപ്പോൾ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. പിന്നെ തെക്ക് വടക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ കൊല്ലം ജില്ലയിൽ എനിക്ക് പോകാൻ പറ്റുന്ന ഏരിയയിലെല്ലാം ഞാൻ സൈക്കിളുമായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇല്ലെങ്കിൽ ഞാൻ സൈക്കിളിൽ പോയിട്ടായാലും എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു സീരീസിൻ്റെ പേരാണ് തെക്ക് വടക്ക് എന്ന് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെന്താണ്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ആ ഒരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് എങ്ങനെയാണ് ഞാൻ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത് എന്നുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടോ. അപ്പോഴത്തേന് ഞാൻ അവിടെ നിൽക്കാം. അഞ്ചൽ പുനലൂർ റൂട്ടാണ് പോകുന്നത്. കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്നും പുനലൂരേക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ അഞ്ചലിനും പുനലൂരിനും മാവിള എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്നും റൈറ്റിലോട്ട് കയറി പോകുമ്പോഴാണ് നമ്മുടെ ഈ ഓലേരി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആർച്ചിലേക്ക് വന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് സൈക്കിൾ കൊണ്ടുവന്നത് സേഫ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഓലേരി വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്രാമം പോലുള്ളൊരു ഏരിയയാണ് ആർച്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കിടിലൻ വയലും സെറ്റ് സ്ഥലവുമാണ് ഗൈസ്. കാണാൻ നമുക്ക് കാഴ്ചകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് ഇപ്പോൾ ആർച്ചൽ. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ആർച്ചൽ നമ്മുടെ ഓലേരി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുമ്പം കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ജംഗ്ഷൻ, ഒരു ഗ്രാമം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നെല്ലാണ്. എനിക്ക് തോന്നി നമ്മുടെ ഈ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് അധികം ഇതേപോലെ നെൽകൃഷിയൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു പക്കാ നാട്ടിൻപുറത്ത് ചെന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നെല്ലും വിതച്ച് ഇത് നമ്മൾ കാണുമ്പോഴത്തേനും പണ്ടത്തെ ഒരു വൈബ് നമുക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കിൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ അവൻ്റെ ബൈക്കിലായിട്ടാണ് പോകുന്നത്. ഓക്കെ, അത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നേരെ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കാണിച്ചിട്ട് ഞാൻ ഒരു ബി റോൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കഴിച്ചു. അത് എത്രയാണെന്ന് വെച്ചാൽ ടൈം ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും താഴെ മീൻസ് ഇതിൻ്റെ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ബി റോളിൻ്റെ ടൈം ഞാൻ കൊടുത്തേക്കാം. എന്തായാലും കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ നേരെ വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞാൽ ആർച്ച് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുമ്പിലോട്ട് വരുമ്പോഴത്തേനും ഒരു ഗുരുമന്ദിരം കാണും. അതിനോട് ചേർന്നൊരു വഴിയുണ്ട് സൈഡിൽ കൂടെ. അവിടെ അതുവഴി നേരെ വരുന്നത് നമ്മുടെ ഓലേരി വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ താഴെയായിട്ടായിരിക്കും ഗൈസ്. ഓക്കെ, ഞാൻ താണ്ടിപ്പോൾ ഓലേരുവി വെള്ളച്ചാട്ടം ഞാൻ താഴെയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി എനിക്ക് മേളിലൂടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അതാണ്ട കാര്യം തോട്ടത്തിൻ്റെ ഒക്കെ നടുക്കൂടെ കയറി വരുമ്പോൾ നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം രണ്ട് ഈ സൈഡിലായിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പം ഓലേരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇത് എവിടെയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ അഞ്ചൽ ബ്ലോക്കിൽ ഏരൂര് പഞ്ചായത്ത് അവിടെ ആർച്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഓലേരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് തെറ്റലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക. പിന്നെന്താ, കുളിക്കാനൊക്കെ ഉള്ളതായിട്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കത് താഴെ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളവർക്കൊക്കെ ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെന്താണ്, സേഫ്റ്റി നോക്കുക, അതേ പറയാനുള്ളൂ. കാരണം ഇവിടെ വരുന്നവരൊക്കെ വരിക, എൻജോയ് ചെയ്യുക, സേഫ്റ്റി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് പോയേ.
ഇതാണ് നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടം. ഓക്കെ, ഇതൊരു വെള്ളച്ചാട്ടം. നമ്മൾ കയറി വന്നിട്ട് കുറച്ചുകൂടെ മേലോട്ട് വരുമ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങാം. പിന്നെന്താണ്, ഇവിടെ താഴെ പാറയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങുന്നവരും സേഫ്റ്റി നോക്കുക. കുളിക്കാനൊക്കെ ഇറങ്ങാനുള്ള ഇതുകൊണ്ട്, അപ്പം എന്തായാലും സേഫ്റ്റി നോക്കുക. പിന്നെന്താണ്, നമുക്ക് ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് എടുത്ത് ചാടാനും കുളിക്കാനൊക്കെ ഉള്ളൊരു ആവേശം കൂടും. പക്ഷേ സൂക്ഷിക്കുക, നല്ല വഴുക്കലുണ്ട്, അതായത് ഈ വെള്ളം വീണ് വഴുക്കലൊക്കെ ഉള്ള ഇതാണ്. പിന്നെ ഇപ്പം പൊതുവേ വെള്ളം കുറവാണ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു പാറയൊക്കെ നല്ല രീതിക്ക് നിറഞ്ഞ് സെറ്റ് വെള്ളം ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്തായാലും നല്ലൊരു മഴ ടൈം, അതായത് നമുക്ക് ഈ ജൂൺ ജൂലൈ ഒക്കെ ആ ഒരു ടൈമിൽ ഞാൻ അവിടെ പോയിട്ട് നല്ല വെള്ളമുള്ളത് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെന്താ, അപ്പം വരുന്നവരൊക്കെ വരിക, സേഫ്റ്റി നോക്കുക, സേഫ്റ്റിയാണ് മുഖ്യം. ഓക്കെ, സേഫ്റ്റി നോക്കുക. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു 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 വൈബ് ഫീൽ വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കിഡിലൻ സ്പോട്ടാണോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഇതേപോലുള്ള കിഡിലൻ സ്ഥലങ്ങളിൽ ഞാൻ പോയി എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെന്താ, ഈ വെള്ളച്ചാട്ടം ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു വെള്ളച്ചാട്ടം അവിടുന്ന് മേളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്താണ് പണ്ടൊക്കെ ഇവിടെ വെള്ളം കുളിക്കാൻ വന്നിട്ടുള്ളവരൊക്കെ വീണ് മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായാലും വരുന്നവരൊക്കെ സേഫ്റ്റി നോക്കുക. പിന്നെന്താ, ഞാൻ മേലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ് ബാക്കി കാഴ്ചകളൊക്കെ. ഇതേണ്ട ആ മേളിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലോട്ടൊക്കെ കയറിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓലിയരുവി വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പ് എന്ന് പറയുന്നത്, മേൽഭാഗം എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ടുണ്ട്, അവിടെ നിന്ന് പറയുന്നത് ഐലറയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് കേട്ടോ. അവിടെ നിന്ന് തെന്നിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിടിയൊന്നും കിട്ടാതെ നമ്മൾ ഇറങ്ങി ഇവിടെ നിന്ന് അങ്ങ് താഴെ പോകും. പിന്നെന്താ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം വരുന്നവരൊക്കെ സേഫ്റ്റി നോക്കുക. മേലോട്ട് ആ ഒരു ഏരിയയിലോട്ടുകൂടെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വരുന്നവരൊക്കെ വരിക, സേഫ്റ്റി നോക്കുക. ഇവിടെ നിന്ന് കുളിക്കാനായിട്ട് ഇറങ്ങരുത്. ഓക്കെ, ഇതാണ് ഗൈസ് ആ നമ്മുടെ എരപ്പിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയ എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെ ഇവിടെ ആയിട്ടാണ്. ഇവിടെയൊക്കെ കുളിക്കാൻ ഇറങ്ങുന്നത് സേഫാണ്, കാരണം താഴോട്ടൊക്കെ ഇച്ചിരി നല്ല സ്പീഡിൽ നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഓലിയരുവി വെള്ളച്ചാട്ടത്തിന് മേളിലാണ്. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നടന്ന് താഴോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ ബാക്കിലായിട്ട് എന്താ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വിരക്കം. അതേപോലെ മീൻസ് വേറൊരു അർജൻറ്റ് കാര്യം ഇവിടെ പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കുറേ സ്ഥലങ്ങളിൽ കണ്ടതാണ്. കാരണം വേസ്റ്റ് കിടക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ വേസ്റ്റ് കുപ്പിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം. കുറേ കണ്ട് എന്തൊരു ഇതേപോലെ പൊട്ടിക്കുന്ന അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതല്ല, കുറേ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഇതേപോലുള്ള സ്ഥലം നശിപ്പിക്കുന്നത്, അതൊക്കെ ഒന്ന് നിർത്തേണ്ടതാണ്. ഇവിടെ വന്ന് കണ്ടിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒറ്റ കാര്യമുള്ളൂ, ഈ വേസ്റ്റ് ഇടുന്നത് മാത്രമായിട്ടുള്ളൂ. അപ്പം പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നെങ്കിൽ കണ്ട് തിരിച്ച് പോവുക, അതേപോലെ അത് ചെയ്യുക. അല്ലാതെ ഇതേപോലെ വേസ്റ്റൊക്കെ വാരി ഇതേപോലെ ഇട്ട് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക എന്ന് ഒരു ഇതിലൂടെ ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഓലിയൊരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ വരാനുള്ളവരെല്ലാം വരിക, മാക്സിമം വരിക, എൻജോയ് ചെയ്യുക. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത കൊല്ലത്തെ തെക്കുവടക്കിലെ പുതിയൊരു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.